ഈ വീക്കെൻഡിലെ ഞങ്ങളുടെ പ്ലാൻ കാരാഞ്ചി ലേക്കിലെ ബോട്ടിംഗ് ആയിരുന്നു. കാരണം മൈസൂരൊന്ന് ഇത്രയും വർഷമായെങ്കിലും കാരാഞ്ചി ലേക്കിലേക്കുള്ള യാത്ര ഇതാദ്യമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഹെബ്ബാളിലുള്ള വേലൂമസിലെല്ലാം പോയി കുറച്ച് ഊത്തപ്പവും മസാല ദോശയും വടയെല്ലാം കഴിച്ച് വയറൊക്കെ ഒന്ന് ഫുള്ളാക്കി ഒന്ന് ഫ്രഷായിട്ട് യാത്ര തുടങ്ങാമെന്ന് കരുതി. രാവിലെ ഏകദേശം ഒരു 11 മണി ഒക്കെ ആയിന്നാണ് തോന്നണം ഞങ്ങൾ കാരാഞ്ചി ലേക്കിൽ എത്തിയപ്പോൾ. ഇതാണ് അവിടുത്തെ കാരാഞ്ചി ലേക്കിലെ കാർ പാർക്കിംഗ്. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാറിലൊക്കെ വെയിൽ കൊള്ളും എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഇല്ല. അത്യാവശ്യം ഒരുപാട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഇവിടെ ഉണ്ട്. ബൈക്കിനും സ്പെഷ്യൽ പാർക്കിംഗ് വേറെ ഉണ്ട്. ഇതാണ് അവിടുത്തെ ഒരു താരിഫ്. ഇവിടെ നമുക്ക് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ മെഷീനിൽ UPI പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വയം ടിക്കറ്റ് പ്രിൻ്റ് ചെയ്തെടുക്കുകയും ചെയ്യും. പിന്നെ കാരാഞ്ചിയിലേക്ക് നിന്ന് മൈസൂർ സൂവിലേക്ക് ഒരു കോംബോ പാക്ക് പോലെ നമുക്ക് ഇവിടുന്ന് രണ്ടിനും കൂടി ഒരു ടിക്കറ്റ് എടുത്ത് ഈ സൂവിലേക്കുള്ള വഴിയിൽ കൂടെ നമുക്ക് സൂവിലേക്ക് പോകാവുന്നതാണ്. പിന്നെ പ്രത്യേകം പറയേണ്ടത്, ഈ കാരാഞ്ചിയിലേക്ക് തന്നെ ഏകദേശം ഒരുപാട് സമയം കാണാനുണ്ട്. അതേകൂട്ട് സൂവും ഒരുപാട് സമയം കാണാനുള്ളതാണ്. അപ്പോൾ ഈ രണ്ടിനും കൂടി നമ്മൾ ഒരു ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും ഒരു ഡേ ടൈം ഫുള്ള് നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സൂവിൽ പോകുന്നതായിരിക്കും നല്ലത്. സൂ ഏകദേശം ഒരു ഉച്ചയോട് തീർത്തിട്ട് അവിടെ നിന്ന് ഈ കോംബോ ടിക്കറ്റ് എടുത്ത് നേരെ കാരാഞ്ചി ലേക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈവനിങ് കാരാഞ്ചി ലേക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതാണ് ലേക്കിലേക്കുള്ള വഴി. വളരെ വൃത്തിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു കരിയില പോലും നമുക്ക് ആ ലേക്കിലേക്കുള്ള വഴിയിൽ കാണാൻ കിട്ടില്ല. അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ വേറെ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം മൈസൂർ. ഞങ്ങൾ വന്നത് ഒരു ശനിയാഴ്ച ആയിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ സൺഡേ ആണെങ്കിൽ ഇതിൽ കൂടുതൽ തിരക്കുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബോട്ടിങ്ങിന് നമുക്കിവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കാറുണ്ട്. അത് പെർ ഹെഡ് മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 40 രൂപയും എന്നുള്ള കണക്കാണ്. എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സായുള്ളൂ, അപ്പോൾ അവന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ബോട്ടിങ്ങിനുള്ള സേഫ്റ്റി ജാക്കറ്റുകളും അവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് പെഡൽ ബോട്ട് നിങ്ങൾക്ക് തുഴയാനായിട്ട് താല്പര്യമില്ല, നിങ്ങൾക്ക് തുഴയാൻ ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് പ്രത്യേകം പറയുകയാണെങ്കിൽ അതിനുള്ള ആൾ അവിടെ തന്നെ കിട്ടും. കുറച്ചധികം രൂപ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കാണാവുന്നതാണ്. ഇതും അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഈ ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്ന് കുറേ പക്ഷികളുടെ കൂടുകളൊക്കെ ഉണ്ട്. നമ്മളുടെ നാട്ടിൽ തന്നെ കാണുന്ന ലവ് ബേഡ്സും പിന്നെ ഈ ഫെസൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചില കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് അത്യാവശ്യം നേരം കളയാനുള്ള വകുപ്പുകൾ. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഈ മയിലിനെയും അരയന്നങ്ങളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എഴുന്നേടും. ഇത്രയധികം മയിലുകളെ നമ്മൾ ക്ലോസ് ആയിട്ട് ഏറ്റവും തൊട്ടടുത്ത് നിന്ന് മയിലുകളെ കാണാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇത്രയധികം മയിലുകളെ നമ്മൾക്ക് അടുത്ത് കാണാനുള്ള ഒരു സൗകര്യം കൂടിയാണ് കരുതുന്നത്. ഈ മയിലുകളെ കൂടാതെ കുറച്ച് അരയന്നങ്ങളെയും ഇതേ കൂട്ട് തന്നെ ഓപ്പൺ ആക്കിയിട്ട് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയം വളരെ നല്ലതായിരുന്നു. ഒരുപാട് മയിലുകളെ അടുത്ത് കാണാനും അത് പീലി വിടർത്തി ആടുന്നത് കാണാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കണ്ടു തീർത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനോടുകൂടി ആരും കാരാഞ്ചി ലേക്കിലേക്ക് പോകരുത്. കാരണം ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാനും സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ദാഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പും അവിടെ ഉണ്ട്. ഇത് അവർ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന ഒരു വെള്ളമാണ്. ഞങ്ങൾ കുടിച്ചു നോക്കി, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് കാരാഞ്ചി ലേക്കിൽ തന്നെ ബേഡ്സ് വാച്ച് ടവറാണ്. ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാരാഞ്ചി ലേക്കിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു ദൃശ്യവും പിന്നെ അവിടുത്തെ കുറേ പക്ഷികളൊക്കെ പറന്നു പോകുന്നതും പിന്നെ താഴെ ഈ താറാവുകളൊക്കെ നീന്തി പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, അങ്ങ് ദൂരെ വെളുത്ത നിറത്തിൽ കാണുന്നത് മരത്തിൻ്റെ അടിയിലൊക്കെ ആയിട്ട് കാണുന്നത് അവിടുത്തെ ഒരു കുക്കുകളാണ്. പിന്നെ എത്ര ദൂരെ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് വിസിബിലിറ്റി പോരാ, എന്നാലും കുറച്ചൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തതുപോലെ നിൽക്കുന്നൊരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതാണ് റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു സംഭവം എന്തോ അടച്ചു പൂട്ടി കിടക്കുന്ന ഒരു സെറ്റപ്പ് പോലെ തോന്നുമെങ്കിലും പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് വളരെ വർത്തായിട്ടുള്ള
ഒരു പ്ലേസ് ആയിരുന്നു. ശരിക്കും പുറത്ത് നമ്മൾ അതിൽ കൂടെ നമ്മളെ ഇതിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ ബിൽഡിങ് കാണുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറി കാണാനൊരു തോന്നലുണ്ടാവില്ല. കാരണം എന്തോന്നറിയില്ല, അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു പഴയ പെയിൻറ്റിങ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അകത്തേക്ക് കയറാൻ നമുക്ക് തോന്നുന്നില്ല. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മളുടെ പഴയ ആയുർവേദ മരുന്നുകളെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും നമ്മളുടെ ശിലായുഗങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളും അതിൻ്റെ രേഖപ്പെടുത്തലുകളും ഒക്കെ ആയിട്ടുണ്ട്. ശരിക്കും വന്നു പോകുന്നവർ മസ്റ്റായിട്ട് കയറി കാണേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുമ്പോൾ ഈ മൈസൂർ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ വൃന്ദാവൻ ഗാർഡൻ, മൈസൂർ പാലസ്, സൂ അതുപോലത്തെ സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ കാരാഞ്ചി ലേക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ മൈസൂർ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മൈസൂരിലേക്ക് നിങ്ങൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ടൂർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാരാഞ്ചിലേക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസും അതിനുള്ളിൽ കാണുന്ന ഈ മ്യൂസിയവും വളരെ വർത്തായിട്ടുള്ള ഒന്നുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ +2 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരുപാട് പഠിച്ച് മനസ്സിലാക്കാനും ഉള്ള ഒരു കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ നിന്ന് ഈ മ്യൂസിയത്തിൽ നമുക്ക് കിട്ടാനൊക്കെ ഉണ്ട്. ബയോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, സുവോളജി പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണത്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ലേക്കിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബട്ടർഫ്ലൈ പാർക്കാണ്. ഈ ബട്ടർഫ്ലൈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന പല ചിത്രശലഭങ്ങളെയും നമുക്ക് വളരെ അടുത്ത്, വളരെ ക്ലോസ് ആയിട്ട് തന്നെ കാണാനൊരവസരമുണ്ട്. പിന്നെ ഇത് ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മളുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് നമുക്കത് കൊണ്ടുപോകാം. പിന്നെ തിരിച്ചു വരുമ്പോൾ ആ കുപ്പി കാണിച്ച് കഴിയുമ്പോൾ അവർ ആ 10 രൂപ തിരിച്ചു തരും. കാരണം ആ കുപ്പി നമ്മളവിടെ ഉപേക്ഷിക്കാണ്ടിരിക്കാനുള്ളൊരു പ്ലാനാണത്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴാണ് എന്ത് ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോഴാണ് നമ്മുടെ ബന്യമണ്ഡപിലുള്ള ഫേമസ് ആയിട്ടുള്ള കൽക്കട്ട കട്ടി റോള് കഴിക്കാൻ വിചാരിച്ചത്. ഇത് ഒരു ചിക്കനും എഗ്ഗും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു റോളാണ്. ഒരെണ്ണത്തിന് ഏകദേശം ഒരു 80 രൂപയായിട്ടുള്ളൂ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് കൽക്കട്ട കട്ടി റോള്. ഇത് പല വെറൈറ്റിയിലും കിട്ടും. എഗ്ഗ് റോളായിട്ടും കിട്ടും, ഡബിൾ എഗ്ഗ് റോളായിട്ടും കിട്ടും, ചിക്കൻ റോളായിട്ടും കിട്ടും, ഡബിൾ എഗ്ഗ് ചിക്കൻ റോളായിട്ടൊക്കെ കിട്ടും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നൂഡിൽസ് കൊടുക്കുന്ന ഒരു കടയിലുണ്ടായിരുന്നു. അപ്പോൾ മോന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിച്ച് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു.